കഥ തുടങ്ങുന്നത് മുഹമ്മദ് സമാൻ കബീർ എന്ന സെറിബ്രൽ പാൾസി രോഗബാധിതനായ ഭിന്നശേഷി വിദ്യാർത്ഥിയിലൂടെയാണ്. രോഗബാധിതനായി വിദ്യാലയത്തിൽ എത്താൻ കഴിയാതെ വിശ്രമത്തിൽ വീട്ടിൽ കഴിയവേ തൻ്റെ മാതാവിന് കല്ലാർ സ്കൂളിൽ ഭിന്നശേഷി കുട്ടികളുടെ ആയയായി ജോലി ലഭിക്കുന്നതോടെ മുഹമ്മദ് സമാനും വിദ്യാലയത്തിൽ എത്തുന്നതിനുള്ള അവസരമൊരുങ്ങി. സമാനെ, അമ്മ വിളിച്ച് ഫോണിൽ എന്നോട് പറഞ്ഞായിരുന്നു നിനക്ക് ഫുട്ബോൾ കളിക്കാൻ വലിയ കമ്പമാണെന്നൊക്കെ. ശരിയാണോ? ആണോ? കഴിഞ്ഞ വേൾഡ് കപ്പൊക്കെ കണ്ടോ? നമുക്കിവിടെ 13 ഗെയിമുകളുണ്ട്, അറിയാമോ? എല്ലാം കണ്ടായിരുന്നോ? കരാട്ടയുണ്ട്, ബാസ്കറ്റ് ബോളുണ്ട്, ഫുട്ബോളുണ്ട്, ജൂഡോയുണ്ട്, ചെസ്സുണ്ട്. സമാൻ ഏത് കളിയാണ് കൂടുതൽ താല്പര്യമാണ്? ഫുട്ബോളിനോടാണോ? വീട്ടിൽ ഫുട്ബോൾ വാങ്ങിച്ച് തന്നിട്ടുണ്ടോ ആരെങ്കിലും? ഇപ്പോൾ ഇല്ല അല്ലേ? ആ, എന്നാൽ ഞാനൊരു ബോൾ തരാം. ഈ ബോൾ വാങ്ങിച്ചോ കേട്ടോ. ശരി. അല്പം നടക്കാൻ ശ്രമിച്ചാൽ ശരീരം തളർന്ന് അപസ്മാരം ബാധിച്ചതുപോലെ ശ്വാസം കിട്ടാതെ വരുന്നതായിരുന്നു അവൻ്റെ പ്രശ്നം. ഒരു കാലിന് അല്പം നീളക്കുറവും ഉണ്ട്. അതുകൊണ്ട് വീൽ ചെയർ അവന് ആശ്രയമാക്കേണ്ടി വന്നു. കല്ലാർ സ്കൂൾ അന്തരീക്ഷം മുഹമ്മദ് സമാന് സ്വന്തം വീട് പോലെ സുപരിചിതമായി. പുതുപുത്തൻ ക്ലാസ് മുറി, പുതിയ കൂട്ടുകാർ, പ്രത്യേക ടീച്ചർ, പോരാഞ്ഞ് സദാസമയവും പരിചരിക്കാൻ ആയയുടെ റോളിൽ അമ്മയും. നിത്യവും സ്കൂളിൽ വരുന്നതിന് സമാനും മറ്റൊരു കാരണവുമുണ്ടായിരുന്നു. ഫുട്ബോൾ കളി അവനേറെ പ്രിയപ്പെട്ടതായിരുന്നു. അപ്പം ലോകകപ്പിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ടീം ഏതാണ്? അർജന്റീന, ഓക്കെ. ബ്രസീൽ, പോർച്ചുഗൽ, ഓക്കെ. അങ്ങനെ ഫ്രാൻസ്, ഓക്കെ. ഒത്തിരി പ്ലെയേഴ്സ് ഉണ്ടല്ലേ? അതിനകത്ത് അർജന്റീനയുടെ ഒരു താരത്തെ നിങ്ങൾക്കറിയാം. ഏതാണ്? മെസ്സി അല്ലേ? ലോകോത്തര താരമാണ് മെസ്സി എന്ന് പറയുന്നത്. മെസ്സിയുടെ ചരിത്രം അറിയാവോ? മെസ്സി ചെറുപ്പത്തിൽ പോളിയോ ബാധിച്ച കുട്ടിയായിരുന്നു. ആ പോളിയോ ബാധിച്ച കുട്ടി ഒരു ശസ്ത്രക്രിയയിലൂടെ അവൻ്റെ കാല് റെഡിയാക്കി ഫുട്ബോൾ പരിശീലനം ആരംഭിച്ച്, അതായത് അവൻ്റെ കഠിനാധ്വാനത്തിലൂടെ പരിശീലനം ആരംഭിച്ച് ഇന്ന് ലോകത്തിലെ ഏറ്റവും മികച്ച കളിക്കാരിൽ ഒരാളായി മാറി മെസ്സി എന്ന് പറയുന്നത്. വിൽമ റുഡോൾഫ് എന്ന് പറയുന്ന ഒരു അത്ലറ്റിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ഇല്ല, ഓക്കെ. വിൽമ റുഡോൾഫ് എന്ന് പറയുന്ന ഒരു കുട്ടി, വിൽമയ്ക്ക് 4-ാം വയസ്സിൽ പോളിയോ ബാധിച്ച് ഇനി നടക്കാൻ സാധിക്കില്ല എന്ന് ഡോക്ടർമാർ വിധി എഴുതിയതാണ്. അപ്പോൾ വിൽമയുടെ സഹോദരിമാർ ബാസ്കറ്റ് ബോൾ കളിക്കാൻ പോകുമായിരുന്നു. അപ്പോൾ ആ ബാസ്കറ്റ് ബോൾ കളിക്കാൻ പോകുമ്പോൾ വിൽമ എന്ത് ചെയ്തു? നടക്കാൻ സാധിക്കാത്ത പോളിയോ ബാധിച്ച വിൽമ ബ്രേസിൻ്റെ സഹായത്തോടു കൂടി സഹോദരിമാരുടെ ഒപ്പം കളി കാണാൻ പോകുമായിരുന്നു. അങ്ങനെ കളി കാണാൻ പോയി അവിടെ കളിക്കാൻ ഇറങ്ങി 3 വർഷത്തിനുള്ളിൽ, ഒരു 3 വർഷം കൊണ്ട് ബ്രേസിൻ്റെ സഹായം ഇല്ലാതെ തന്നെ വിൽമ ബാസ്കറ്റ് ബോൾ കളിച്ചു തുടങ്ങി. ആ കളിച്ചു തുടങ്ങിയപ്പോൾ ആ കളികൾ കണ്ട ഒരു അത്ലറ്റ് കോച്ച് വിൽമയെ അത്ലറ്റിക്സിലേക്ക് കൊണ്ടുവന്നു. അപ്പം നിരന്തരമായ പരിശീലനത്തിലൂടെ വിൽമയെ രാജ്യത്തിന് വേണ്ടി ദേശീയ ജേഴ്സി ധരിക്കുകയും, അല്ലെങ്കിൽ ആ ദേശത്തിന് വേണ്ടിയിട്ട് ഒളിമ്പിക്സിൽ 1960 റോം ഒളിമ്പിക്സിൽ 100-ൽ 200-ലും 4x100 മീറ്റർ റിലേയിലും സ്വർണ്ണ മെഡൽ നേടി. അപ്പോൾ ഈ ഒരു കഥ നമ്മുടെ ഹെൽത്ത് ആൻഡ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ, അല്ലെങ്കിൽ ആരോഗ്യ കായിക വിദ്യാഭ്യാസത്തിൻ്റെ 6-ാം ക്ലാസ്സിലെ 1ാമത്തെ ചാപ്റ്ററിൽ നിങ്ങൾക്ക് പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എല്ലാവരും അതൊന്ന് വായിച്ചു നോക്കണം. അപ്പോൾ വിൽമയുടെ അതുപോലെ തന്നെ മെസ്സിയുടെയും മാറ്റം എത്രത്തോളം അല്ലെങ്കിൽ അവരുടെ കഠിനാധ്വാനം എത്രത്തോളം അവരുടെ ജീവിതത്തെ മാറ്റിമറിച്ചു എന്നുള്ളതാണ് ഈ കഥയിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പം നിരന്തരമായ കഠിനാധ്വാനത്തിലൂടെയും അതുപോലെ തന്നെ നിങ്ങളുടെ പരിശ്രമത്തിലൂടെയും നിങ്ങൾക്ക് കൂടുതൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൂടുതൽ മെച്ചപ്പെടുത്താൻ സാധിക്കും. അപ്പോൾ ആ ഒരു മെസ്സേജാണ് ഇന്നത്തെ അവസരത്തിൽ എനിക്ക് നിങ്ങൾക്ക് തരാനുള്ളത്. കല്ലാർ സ്കൂളിൽ അവൻ്റെ ക്ലാസിൻ്റെ നേരെയുള്ള കളിമുറ്റത്ത് ഫുട്ബോൾ പരിശീലനം നടക്കുന്നത് നേരത്തെ വരുന്ന ദിനങ്ങളിൽ സമാൻ കണ്ടിട്ടുണ്ട്. ഈ സമയത്താണ് കല്ലാർ സ്കൂളിൽ കുട്ടികളെ മുഴുവൻ ആവേശത്തിലാക്കിയ ഒരു പ്രഖ്യാപനം വരുന്നത്. കല്ലാർ സ്കൂളിൽ 13 കായിക ക്യാമ്പസ് ക്ലബ്ബുകൾ ആരംഭിക്കുന്നു. എല്ലാ കുട്ടികൾക്കും ഏതെങ്കിലും ഒരു ഇനത്തിൽ പ്രത്യേക പരിശീലനം നൽകുമത്രേ. ഫുട്ബോൾ, ജൂഡോ, ക്രിക്കറ്റ്, വോളിബോൾ, റോളർ സ്കേറ്റിംഗ്, ബാഡ്മിൻ്റൺ, യോഗ, എയറോബിക്സ്, കരാട്ടെ, ചെസ്, അത്ലറ്റിക്സ്, ത്രോബോൾ, ബാസ്കറ്റ്ബോൾ എന്നിവയായിരുന്നു
പുതുതായി ആരംഭിക്കുന്ന ഗെയിമുകൾ. സ്കൂളിലെ ജൂഡോ ടീം പ്രസിദ്ധമാണ്. ദേശീയ താരങ്ങളായ പാർവതി ഉൾപ്പെടെ 5-ലധികം പേർ ദേശീയ മെഡൽ നേടിയവരാണ്. ഈ വർഷം 12 പേർ സംസ്ഥാന സ്കൂൾ ചാമ്പ്യൻഷിപ്പിൽ മത്സരിച്ച് 12 പേർക്കും മെഡൽ നേട്ടം ലഭിച്ചതാണ്. 4 സ്വർണം, 5 വെള്ളി, 3 വെങ്കല മെഡലുകൾ. ഗുസ്തിയിലും കിട്ടി ഈ വർഷം 2 സംസ്ഥാന മെഡലുകൾ. സ്കൂളിലെ ക്രിക്കറ്റ് വനിതാ ടീമും പ്രസിദ്ധമാണ്. കല്ലാർ സ്കൂളിന്റെ ടീമാണ് ജില്ലാ ക്രിക്കറ്റ് ടീമിന്റെ വനിതാ ടീം. ഇരുപത്തിയൊൻപത് കുട്ടികളാണ് ക്രിക്കറ്റിൽ മാത്രം സംസ്ഥാന സ്കൂൾ മത്സരത്തിൽ പങ്കെടുത്തത്. കരാട്ടെ, ഫുട്ബോൾ ഇനങ്ങളിലും ഈ വർഷം സംസ്ഥാന മത്സരങ്ങളിൽ കുട്ടികൾ പങ്കെടുത്തു. ഉപജില്ലാ മത്സരത്തിൽ 380 പേർ, റവന്യൂ ജില്ലയിൽ 114 പേർ, സംസ്ഥാന തലത്തിൽ 53 പേർ എന്നിങ്ങനെയും മത്സരത്തിൽ പങ്കെടുത്തു. നമ്മുടെ സ്കൂളിൽ ഈ വർഷം നമ്മൾ ആരംഭത്തിലെ തന്നെ വിവിധ കായിക ക്ലബ്ബുകൾ, ഏതാണ്ട് 13ഓളം കായിക ക്ലബ്ബുകളാണ് രൂപീകരിച്ചിട്ടുള്ളത്. നമ്മുടെ ഈ സമ്മേളനത്തിൽ മുഖ്യാതിഥിയായി പങ്കെടുത്ത് സമ്മാനദാനം നിർവഹിക്കുന്നത് നമ്മുടെ സ്കൂളിൻ്റെ PTA പ്രസിഡൻറ്റും അതുപോലെ തന്നെ സ്പോർട്സ് കൗൺസിലിൻ്റെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗവുമായിട്ടുള്ള ശ്രീ TN ജോൺ അവറുകളാണ്. കല്ലാർ സ്കൂളിൻ്റെ അഭിമാനങ്ങളായ കായിക താരങ്ങളെ, പ്രിയമുള്ള അധ്യാപക സുഹൃത്തുക്കളെ, വളരെ പ്രധാനപ്പെട്ട ഒരു സമ്മേളനമാണ് നടക്കുന്നത്. 2000 നമുക്ക് മികച്ച PTA-ക്കുള്ള അവാർഡ് സംസ്ഥാനം ലഭിക്കുകയുണ്ടായി. ഇടുക്കി പാർലമെൻറ്റ് മണ്ഡലത്തിലെ 7 അസംബ്ലി മണ്ഡലങ്ങളുള്ള ഈ പാർലമെൻറ്റ് മണ്ഡലത്തിലെ ഏറ്റവും മികച്ച സ്കൂളാണ്. വിദ്യാർത്ഥികളുടെ എണ്ണം കൊണ്ടും വിജയ ശതമാനം കൊണ്ടും എല്ലാം മികച്ച സ്കൂളാണ്. കഴിഞ്ഞ വർഷം നമുക്ക് ഹരിത വിദ്യാലയം അവാർഡ് ലഭിക്കുകയുണ്ടായി. 5ാം സ്ഥാനമാണ് ലഭിച്ചത്. മോഡൽ സ്കൂളായി ഉയർത്തപ്പെട്ട കല്ലാർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പുതുവർഷത്തിൽ നോ ബാഗ് ഡേ ആഴ്ചയിൽ 1 ദിവസം കൊണ്ടുവരുന്നതിന് പ്ലാൻ ചെയ്യുകയാണ്. ഇതിനായി ആ ദിവസത്തേക്കായി പ്രത്യേക PT ഡ്രസ് നടപ്പിൽ വരുത്തുന്നതിനും സ്കൂൾ PTA നടപടികൾ സ്വീകരിച്ചു വരും. ഉയർന്ന തലത്തിൽ ഞാൻ കാണുന്നു അഥവാ അഗ്രേ പശ്യാമി എന്ന വാക്യത്തെ അന്വർത്ഥമാക്കുകയാണ് ഈ വിദ്യാലയം.